സോറി ഡോറിമോൻ. എന്തിനാ സോറി? ഇന്നലെ ഞാൻ കാരണമല്ലേ പപ്പയെടുത്തും ചീത്ത കേട്ടെ. അതിനാ ഞാൻ സോറി പറഞ്ഞേ. അതിനാണോ സോറി പറഞ്ഞേ? യു ഡോണ്ട് ഹാവ് ടു ബി സോറി. അതൊന്നും കുഴപ്പമില്ല. ഓക്കേ? അപ്പൊ എന്നോട് ദേഷ്യമില്ല? നോ. അപ്പൊ ഓക്കെ. വായാടി വന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. എന്നെ നോക്കിക്കേ, ഐ എം ഫൈൻ. അതൊക്കെ വിട്ട് ശോഭമ്മേ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താന്ന് കഴിക്കാൻ? നല്ല ചൂടുള്ള മുളകരസമുണ്ട്, പിന്നെ മുട്ട ചിക്കിയതുണ്ട്. പനിക്ക് നല്ലതാ. പനിക്കോ? ഞങ്ങൾക്ക് എന്താ കഴിക്കാനുള്ളപ്പോ? ശരി. എന്നാ കുടിക്കേ. ഇപ്പോഴല്ലേ കഴിച്ചേ? അപ്പോഴേക്കും കോഫിയോ? ആദ്യം ഇത് കുടിക്കേ. ഇതെന്താ, ബ്ലാക്ക് കോഫി ആണോ? കോഫിയല്ല, കഷായം. ഞാനില്ല, അവളുടെ പപ്പയാ ഫോൺ വിളിച്ച് രണ്ടാൾക്കും കഷായം കൊടുക്കാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആരവ്. ഇത് കേട്ടതും കണ്ണിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടാർന്നു. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് മാറി നിന്നു. ഹലോ, പറയാരവേ. ആയുഷി കഴിച്ചായിരുന്നോ? കഴിച്ചു. കൺമണി കഴിച്ചോ? കഴിച്ചു. കഷായം തരാൻ ഞാൻ ശോഭനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാളും കൂടി കുടിച്ചായിരുന്നോ? പിന്നെ കഴിച്ചായിരുന്നോ? ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് ഒരു ശബ്ദത പടർന്നു. ഹലോ ഹലോ, ആരോ കേൾക്കുന്നുണ്ടോ? ഞാൻ കഴിച്ചായിരുന്നു. അവളെ ഒന്ന് ശ്രദ്ധിക്കണേ. ബൈ. കൺമണി, കൺമണി, എഴുന്നേക്ക് മോളെ. ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ ഉറങ്ങില്ല. പെട്ടെന്ന് തന്നെ അവളെ ചുണ്ടി പുഞ്ചിരി വിടർന്നു. അവളെ നെഞ്ചിലെ ചൂട് കൊണ്ട് ആയുഷ ഉറങ്ങുകയാണ്. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കൺമണിയുടെ മനസ്സിൽ പടർന്നു. മോൾക്ക് നല്ല ചൂടുണ്ടല്ലോ. ശോഭ എന്താ വിറയ്ക്കുന്നുണ്ട്. എന്താ മോളെ? ഇവൾക്ക് വീണ്ടും ചൂട് കൂടുന്നുണ്ടെന്നാ തോന്നുന്നേ. ഒന്നുമില്ല, ഞാൻ നോക്കട്ടെ. ആയിഷയെ ശോഭം എടുത്തതും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വന്നോ? വന്നിട്ടുണ്ടടാ, നീ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ഓക്കേ. ശോഭ
ശോഭമ്മയാണല്ലോ. ആ പറയ ശോഭമ്മേ. ആരോ ഇപ്പം എവിടെയുള്ളേ? ഞാൻ കഫേലുണ്ടമ്മേ. എന്താ കാര്യം? ഇല്ല മോനെ, അതല്ല, ആയുഷി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കുറച്ച് നേരമായിട്ട് നല്ല കരച്ചില. പോരാത്തതിന് പനിക്കുന്നുമുണ്ട്. മോനൊന്ന് ഇവിടം വരെ വരുമോ? ആ അമ്മേ, ഞാൻ അതാ വരുന്നു. ഡാ എങ്ങടെ പോകുന്നേ? ഡാ ആയുഷ് നല്ല കരച്ചിലാന്ന്, വീണ്ടും പനിക്കണമെന്നാ പറഞ്ഞ്. ഞാൻ പോയിട്ട് നോക്കിയിട്ട് വരാം. നീ കഫേ അടച്ച് അങ്ങോട്ട് വായോ. ഏയ് ഒന്നും ഉണ്ടാവില്ലടാ, നീ പൊക്കോ, ഞങ്ങൾ വരാം. എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ലല്ലോ. ഇനി ചെയ്യേ? അറിയില്ല മോളെ. ആ ആരോ പറഞ്ഞിട്ടുണ്ട്, പാട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തുന്നു. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോലും പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലവാകും നീ ഞാനിന്നും നല്ലാരോമൽവാവേ. ചന്ദനത്തിന്നലിൽ ചാമരം വീശുവന്നോരോ രാവിൽ ആലില മഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. നോക്കി ഉറങ്ങി. എന്തു പറ്റി? ആരോന്നല്ലേ ആയുഷിനെടുക്കാൻ നോക്കിയതു. വേണ്ട, കുറച്ചേരം കൂടി അവൾ ഇങ്ങനെ കിടന്നോട്ടെ. ഡാ ഒരു മിനിറ്റ്. ഡാ അത് വേണ്ട, നീ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇതിങ്ങനെ ഇതോടുക്കാൻ വിട്ടേക്ക്. അല്ലടാ, ആയിഷയ്ക്ക് വേണ്ടിയെങ്കിലും. ഇല്ലടാ വേണ്ട. അതെന്താ? എന്താന്ന് വെച്ചാ ഞാൻ സ്റ്റേബിൾ അല്ല. ഡാ ഞാൻ എനിക്ക് വേണ്ടി പറയാ, ഏതൊരു പേഴ്സണായാലും അവരുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച് അവരെങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻസ് അവർക്കുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അവർ കുറേ സ്നേഹിക്കുമെന്ന് ആഗ്രഹിക്കും. പക്ഷെ എൻ്റെ ലൈഫ് പാർട്ട്ണറിന് ഇതെല്ലാം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയിടാം? അതാ ഇത് ശരിയാവില്ല. ആയിഷയ്ക്ക് വേണ്ടി ഞാൻ അവളെ കല്യാണം കഴിച്ച അതൊരു സെൽഫിഷ് ആവും. അതും ആ കുട്ടിയുടെ മനസ്സിൽ എന്താന്ന് പോലും അറിയാതെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലും തെറ്റാ. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ വിടാം. ഇവനത് എന്താടാ? അത് വിടറ, അവർക്ക് അത്രയും പറ്റാത്തോണ്ടായിരിക്കില്ലേ അതത്രയും ഒരുക്കിയിട്ടാ പറഞ്ഞ്. എല്ലാം ശരിയാവും. എന്തോ എൻ്റെ മനസ്സ് പറയുന്നു ഇതെല്ലാം താനേ ശരിയാവുമെന്ന്. അങ്ങനെ 3 മാസം പിന്നിട്ടു. ആയിഷയുടെയും കൺമണിയുടെയും ബോണ്ട് വളർന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയം കൺമണിയുടെയും ആരവിൻ്റെയും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോർമൽ കോൺവെർസേഷനിൽ നിന്നും ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ആരും കാണാതെ അവരുടെ കണ്ണുകൾ ഉടക്കാറുമുണ്ട്. ഇതിനെല്ലാം കാരണം കൺമണിയുടെ എക്സ്ട്രോവേർട്ട് ബിഹേവിയർ തന്നെയാണ്. ആയുഷയാണെങ്കിൽ കൺമണിയുടെ കൂടെ മാളിലും സൂപ്പർ മാർക്കറ്റിലും എന്തിനേറെ റേഡിയോ സ്റ്റേഷനിൽ വരെ 2 തവണ പോയിട്ടുണ്ട്. അങ്ങനെ അവർ 2 പേരും കൂടി ഒരുമിച്ച് പുറത്തു പോകൽ ഒരു പതിവായി. പിന്നെ
ആയുഷിയാണെങ്കിൽ കൺമണിയുടെ ഒരു ബെസ്റ്റ് ഒരു ഫുഡി പാർട്ട്ണറായി മാറിയിട്ടുണ്ട്. കാർത്തി മീരയാണെങ്കിൽ അവരുടെ പ്രഗ്നൻസിയെ പറ്റി കൺമണിയോട് പറഞ്ഞു. അവൾക്കാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. കൺമണിയാണെങ്കിൽ ഒരു ദിവസം പോലും വിടാതെ ബേബിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. ശോഭമ്മയെന്നും സൈലൻ്റ് തന്നെയാണ്. ആയുഷയുടെയും കൺമണിയുടെയും കുസൃതികൾ ആസ്വദിക്കലാണ് ആളുടെ മെയിൻ പണി. ഇത് തന്നെയാണ് അജുവിൻ്റെയും ദീപകിൻ്റെയും കാര്യം. കൺമണിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കഫേ മീറ്റിംഗ് കാരണം അവർ നല്ല കൂട്ടായി. ആരവും കൺമണിയും അധികം സംസാരിച്ചിരുന്നില്ല. പക്ഷേ അവർക്കിടയിൽ അദൃശ്യമായ ഒരു ചരടിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു. അവരെല്ലാം കാര്യങ്ങൾ അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ എന്ന് വിചാരിച്ച് അവർ കാത്തിരുന്നു. പപ്പ പ്ലീസ് പപ്പ, എന്നെ ഒന്നങ്ങോട്ട് കൊണ്ടുപോകും. പപ്പ പ്ലീസ് ഒന്ന് കൊണ്ടുപോകും. ആയുഷി, ഞാൻ പറഞ്ഞിട്ടില്ലേ കുക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യല്ലേന്ന്. എന്നെ കൊണ്ടുപോ പപ്പ. അവൾ അവിടെ നിന്ന് പിണങ്ങിപ്പോയി. ആരും അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് പുഡിംഗ് എടുത്ത് അവളെ പിന്നാലെ വന്നു. ആരോ എന്നോട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. ഓക്കെ, സോറി. ആയുഷിയാണെങ്കിൽ അരവിൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് പുഡിങ്ങിനാണ് കണ്ണ്. നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കി കൊണ്ടുവന്നതാ, വിത്ത് കാരമൽ സോസ്. നിനക്ക് വേണ്ട? ആയുഷി, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ശരിക്കും? ശരി, നമുക്ക് പോവാം. സത്യമായിട്ടും നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവും. താങ്ക് യു സോ മച്ച് പപ്പ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു ആയിഷക്കുട്ടി. ഇനി കഴിക്കാലോ? ആരവേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്തോ വലിയ കാര്യം ചോദിക്കാൻ പോകുന്നത്. എന്താ? അല്ല അരവേ, സൺഡേ ലീവല്ലേ, നമുക്കപ്പോ കൺമണിനെയും നമ്മുടെ കൂടെ കൊണ്ടുപോയാലോ? മോളെ, അത് കൺമണിക്ക് വല്ല വർക്കുണ്ടെങ്കിലോ? സൺഡേ അല്ലേ, ഇവിടെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് കൺമണി മാത്രമേ ഉള്ളൂ. കൺമണിയുടെ കൂടെ പോയാൽ അടിപൊളിയായിരിക്കും. വിളിക്കാരവേ. എന്താണെന്നറിയില്ല, ചെറിയ പൊസസീവ്നെസ് ഒക്കെ മനസ്സിൽ വന്നു. അപ്പൊ എന്റെ കൂടെ വന്ന അടിപൊളിയായിരിക്കില്ലേ? അയ്യോ ആരവേ, ആരെ വന്ന് വേറൊരു അടിപൊളിയായിരിക്കും, കൺമണി വന്ന് വേറൊരു അടിപൊളിയായിരിക്കും. പ്ലീസ് പപ്പ. സൺഡേ അല്ലേ, കൺമണിക്ക് വല്ല പ്ലാൻസ് ഉണ്ടെങ്കിലോ? അത് നമുക്കിപ്പോ ചോദിച്ചാ പോരെ? വിളിക്കില്ലേ? ഓയ്, എന്താ വായിക്കുന്നേ? നമ്മുടെ പ്രേക്ഷകരുടെ ലെറ്റേഴ്സാ, നല്ല രസമുണ്ടിരുന്ന് വായിക്കാൻ. നിന്റെ ഫോണ് ബെല്ലടിക്കുന്നല്ലോ, എന്തിനാ ചിരിക്കുന്നേ? ഇത് കണ്ടിട്ട് ആ ഫോണിങ് തന്നെ. ഹലോ ഹലോ ഡോറിമോൻ, എന്താ ചെയ്യുന്നേ? ആയിഷുകുട്ടി, ഞാൻ ഓഫീസിലുണ്ട്. നീ എന്താ ചെയ്യുന്നേ? ഞാൻ വെറുതെ ഇരിക്കാം. നാളെ ഫ്രീ ആണോ? ആ ഫ്രീയാ. എന്താ കാര്യം? അപ്പോൾ നമുക്ക് എല്ലാവർക്കും നാളെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലോ? ആരൊക്കെയാന്ന് ചോദിക്കേ? ആരൊക്കെയാടാ പോകുന്നേ? ദീപുമാമയാണെങ്കിൽ ശരണ ചേച്ചിയുടെ കൂടെ നാട്ടിൽ പോയി വയ്ക്കാം. അജുമാമയാണെങ്കിൽ അച്ചാച്ചനും അമ്മാമ്മയും വിളിച്ച് പോയേക്കാം. ഞാനും കൺമണിയും ആരവും മാത്രമേ ഉള്ളൂ. ആ ഡോറിമോൻ പപ്പയും കൺമണിയെ വിളിക്കാൻ പറഞ്ഞു. വാ കൺമണി പ്ലീസ്. അച്ചടാ, ഞാൻ എന്തായാലും വരാട്ടോ. നമ്മളെല്ലാവരും
ഒരു നാളെ മിസ് പാർക്കിൽ പോലോ. അപ്പൊ ബൈ കൺമണി. ഓ, അപ്പോ ഡേറ്റിന് പോവാണോ മാഡം? അതിന് കുട്ടിയായിട്ട് ആരെങ്കിലും ഡേറ്റിന് പോവോ? അപ്പൊ കുട്ടിയില്ലാതെ പോവാൻ കുഴപ്പമില്ല. ശരി ശരി, അത് വിട്. ആയിഷയുടെ കൂടെ നല്ല അറ്റാച്ച് ആയി തോന്നുന്നു. ശരിയാ ചേച്ചി, അതൊരു ക്യൂട്ടി പയ്യ. എൻ്റെ ചെറിയ വയസ്സിലൊന്നും ഇതേപോലെ പിള്ളേരുടെ ആയിട്ടൊന്നും കളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു പെട്ടെന്നൊരു സ്നേഹം. അവൾക്കും അങ്ങനെ തന്നെയാ. കുറച്ച് ദിവസത്തിനോട് ഞങ്ങൾ വല്ലാണ്ട് അറ്റാച്ചായി. ശരി, ഞാൻ ഇറങ്ങാം, എനിക്ക് ടൈമായി. എന്തെത്ര പെട്ടെന്ന്? 4 മണി കൂടി ആയിട്ടില്ലല്ലോ. ഞാൻ പറയാൻ മറന്നു, എൻ്റെ ഡിവോഴ്സ് കേസില്ലേ, ഇന്ന് കോർട്ടിൽ സെക്കൻഡ് ഹിയറിംഗാ. ഐഷ്, അതിന് നീ ഇതിന് ഡൗൺ ആവുന്നേ? ഇൻഫാക്ട് ഇപ്പം ഞാൻ ഹാപ്പിയാ. ആ ടോക്സിക് റിലേഷനിൽ നിന്ന് ഇപ്പോഴും ഇരിക്കുകയാണെങ്കിൽ എനിക്ക് എപ്പോഴും വിഷമിച്ചിരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. എങ്ങനെ ചേച്ചി ഇത്ര ഈസിയായിട്ട് പറയാൻ പറ്റുന്നേ? ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പുറത്ത് വന്ന് നമ്മുടെ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഇറ്റ്സ് മച്ച് ബെറ്റർ. അപ്പോൾ നമ്മുടെ അച്ഛനമ്മയ്ക്കൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും, ബട്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. നീ ഇനി ഇതൊന്നും ചിന്തിച്ചിരിക്കണ്ട. നിന്റെ സന്തോഷത്തിനെ കുറിച്ച് ഔട്ടിങ്ങിന് പോണ കാര്യം മാത്രം ചിന്തിച്ചിരുന്നാൽ മതി. ഓക്കെ, ശരി, ഞാൻ ഇറങ്ങാം. പ്രണയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളായിരുന്നു കൺമണി. പരാജയ ബന്ധങ്ങൾ ഉണ്ടായിട്ടും അവ കണ്ടു പരിചയിച്ചെങ്കിലും ആ പ്രണയത്തിലുള്ള അവളുടെ വിശ്വാസം ഒരിക്കലും മുന്നേറ്റില്ല. ആരെങ്കിലും പരാജയ ബന്ധങ്ങൾ തൻ്റെ മുന്നിൽ പറയുമ്പോൾ പ്രണയം കൊണ്ട് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അവൾ പറയുക. അതിലൊന്നാണ് കാർത്തിക് മീരയും. കൺമണി എന്തോ ചിന്തിച്ച് നടന്നു വരികയാണ്. അതെ, പറഞ്ഞു. അത് ആയുഷെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആരും എന്നെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, അത് ഞാനല്ല, അത് ആയുഷ തന്നെയാ. അപ്പോ ആരും എന്നെ ക്ഷണിക്കില്ലാണോ? അങ്ങനെയല്ലേ? അങ്ങനെയല്ല. എന്നാ ഞാൻ വന്ന ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പൊ ഓക്കെ. അല്ല, ആയുഷ എവിടെ? അവള് ദീപുവിന്റെ കൂടെ മാർക്കറ്റ് വരെ പോയിരിക്കുക. ഓ, അപ്പൊ ശരി, നാളെ കാണാം. അരവി, നിർത്ത്, ഇവിടെ തന്നെയാ. സ്റ്റോപ്പ്. ഇവിടെ തന്നെ അല്ലേ? ഉറപ്പല്ലേ? ആരോടാ ചോദിക്കുന്നേ? ഞാൻ ഒരു തവണ കണ്ട 100 തവണ കണ്ട പോലെ. ആയിക്കോട്ടെ മാഡം. ആയുഷി, അല്ല, കൺമണി ഇവിടെ ഉണ്ടല്ലോ. നീ ആരുടെ കൂടെ വന്നേ? ഞാൻ പപ്പയുടെ കൂടെ വന്നേ. ആയുഷി, നീ എങ്ങനെ വന്നേ പപ്പയുടെ കൂടെ? എന്നിട്ട് പപ്പ എവിടെ? വരുന്നുണ്ടല്ലോ. കൺമണി പറഞ്ഞത് ശരിയാ. ഇത് ശരിക്കും ഒരു സന്തോഷാടി തന്നെയാ. ആരവേ, ഇതാണ് എന്റെ ഫ്രണ്ട്സ്. ഇത് അക്ഷയ് ചേട്ടൻ, ഇത് ലൈ ചേച്ചി. ഹായ്. ആരോ?
നിങ്ങളെ പറ്റിയിട്ടാ ബ്രോ എപ്പോഴും കൺമണി പറയാറ്? അത് ആ, നിങ്ങളെ രണ്ടുപേരെയും പറ്റിയിട്ടാ കൺമണി ഇപ്പോഴും സംസാരിക്കാറ്, അതാ പറഞ്ഞേ. ഓ ഇപ്പോൾ ഷോ കഴിയും, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. ഓക്കെ. വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിറ്റി FM 91.1. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ കൺമണി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള മെയിൽസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ആരുടെ മെയിലാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. പേര് പറയാൻ താല്പര്യമില്ല, നമുക്ക് അതിൽ എന്താ എഴുതിയേക്കെന്ന് നോക്കാം. ജാതി, മതം, സമൂഹം, നിറം, ഭാഷ, രാജ്യം എന്നിവയെ മറികടക്കുന്ന ഒന്നാണ് പ്രണയം എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ പ്രണയത്തിന് ഈ ഒരു വിഷയത്തിന് മാത്രം മറികടക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയില്ലേ? അതാണ് ജെൻഡർ. ഈ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ, ഒരു ഹോമോസെക്ഷൽ എന്ന നിലയിൽ എനിക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എന്ന് മുതലാണോ എൻ്റെ കുടുംബത്തോട് ഞാൻ ഒരു ഹോമോസെക്ഷൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു, അന്ന് മുതൽ അവരെന്നെ മാറ്റി നിർത്താൻ തുടങ്ങി. പക്ഷേ എനിക്ക് മാറാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവരെന്നെ അവഗണിച്ചു. എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അയൽക്കാരും പലപ്പോഴും എന്നെ പരിഹസിക്കും. ചിലർ തുറിച്ചു നോക്കും, മറ്റുള്ളവർ ദയ കാണിക്കും. പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് ആളുകൾ എൻ്റെ വികാരങ്ങളെ പരിഗണിക്കുന്നില്ല എന്നതാണ്. അവരെൻ്റെ മുഖം മാത്രം കാണുകയും എന്നെ കളിയാക്കുകയും ചെയ്യുന്നു. എനിക്കും ഒരു ഹൃദയവും വികാരങ്ങളും ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്നെ തന്നെ ഒറ്റയ്ക്കാക്കുന്നത്. മറ്റുള്ളവരുമായി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പങ്കിടാൻ വളരെയധികം ധൈര്യം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിലെ പലരും വ്യത്യസ്തരായവരെ അംഗീകരിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് നിർഭാഗ്യകരം. എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴെല്ലാം അവർ പറയും പോസിറ്റീവ് ചിന്തിക്കും, സമാധാനിക്കുമെന്ന്. പക്ഷെ ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. കൺമണി, ഞാൻ നിങ്ങളുടെ എല്ലാ ഷോയും കാണാറുണ്ട്. I always felt a great vibe whenever I'm around your content. You seems to radiate happiness and positivity. അതാണ് നിങ്ങൾ ആൾക്കാരിലേക്ക് ആകർഷിക്കുന്നത്. കുറേ പേർക്ക് യഥാർത്ഥത്തിൽ അവർക്കറിയില്ല അവരെത്രത്തോളം ഹാപ്പിയാണ്, സ്ട്രെസ് ഫ്രീ ആണെന്ന്. പക്ഷേ ഞാൻ അവരിലെ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായി പങ്കിടുന്നത്. നിങ്ങൾക്കിത് അറിയില്ലായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് കരുതലുള്ള ഒരാളുമായി പങ്കിടുന്നത് വലിയ ആശ്വാസമാണ് കൺമണി. എനിക്കൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. സ്നേഹത്തോടെ നിങ്ങളുടെ ആരാധികരിൽ ഒരാൾ. താങ്ക് യു സോ മച്ച്. ഒറ്റയ്ക്കായാലും മറ്റുള്ളവരുടെ ഒപ്പമായാലും എല്ലാവരുടെയും ജീവിത ലക്ഷ്യം സന്തോഷമായിരിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ വാക്കുകൾ എനിക്കൊരു ന്യൂ പെർസ്പെക്റ്റീവ് തന്നെ തന്നു. ഐ ഫീൽ മോർ അറ്റ് പീസ് നൗ. ലെറ്റ്സ് ഇമാജിൻ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ഗാർഡൻ. എല്ലാവരും ഒന്ന് ചിന്തിക്കും, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൂന്തോപ്പ്. ഈ പൂന്തോട്ടത്തിൽ റോസാപ്പൂക്കൾ, മുല്ലപ്പൂ, താമര, ഡേസികൾ, ജമന്തി എന്നിങ്ങനെ നിരവധി തരം പൂക്കളുണ്ട്. ചില പൂക്കൾക്ക് ശക്തമായ മണമുണ്ട്, എന്നാൽ ചിലതിനും കുറച്ച് മണമേ ഉള്ളൂ. എന്നാൽ ചിലതുണ്ട് നല്ല ഉയരമുള്ള തണ്ടുകൾ വിരിയുന്നത്, ചിലത് ചെറിയ തണ്ടുകളിൽ വളരുന്നു. എന്നാൽ ചിലതിന് വലിയ തളുകളും മറ്റുള്ളവയ്ക്ക് ചെറിയ തളുകളും ഉണ്ട്. എന്നാൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയെല്ലാം പൂക്കളാണ്. ഓരോന്നിനെയും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അതിൻ്റെ നീളവും വലിപ്പവും എല്ലാം അതിൻ്റെ സവിശേഷതകളാണ്. അതുപോലെ പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിൽ വ്യത്യസ്തരാണ്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും വേർതിരിച്ചാലും മെയിൽ, ഫീമെയിൽ, ട്രാൻസ് വുമൺ, ട്രാൻസ് മെൻ, ഹെറ്ററോസെക്ഷൽ, ഹോമോസെക്ഷൽ എങ്ങനെ തരംതിരിച്ചാലും ആഫ്റ്റർ ഓൾ എല്ലാ മനുഷ്യരാണ്. വി ആർ ഓൾ ഹ്യൂമൻസ് അറ്റ് ദ എൻഡ്. സോ നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളവരെ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്നാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കാതെ എങ്കിലും ഇരിക്കാൻ പറ്റുമല്ലോ. അറ്റ്ലീസ്റ്റ് സഹായിച്ചില്ലെങ്കിലും വിഷമിപ്പിക്കാതിരിക്കുക. ആൻഡ് കമ്മിങ് ബാക്ക് ടു മൈ അനോണിമസ് ഫ്രണ്ട്, നിങ്ങൾ ഈ ലോകത്ത് ഒറ്റയ്ക്കില്ല. നിങ്ങളെപ്പോലെ നിരവധി ആളുകളുണ്ട്. നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട്. യു ഡിസേർവ് someone who truly cares about in your life. Hope
ബിലീവ് മാജിക്. ആൻഡ് നിങ്ങൾക്കും ഇതേപോലെ എന്നോട് സംസാരിക്കണമെങ്കിൽ ആഴ്ചക്കൺമണി 9.1@gmail.com മെയിൽ ചെയ്യുക. അടുത്ത സൺഡേ നമുക്ക് ഇതേപോലെ നിങ്ങളുടെ മെയിൽ ഇവിടെ ഇരുന്ന് ഞാൻ ഷോ ചെയ്ത് വായിക്കാം. ആൻഡ് ഒരു അടിപൊളി പാട്ടോട്ട് നമുക്ക് ഈ ഷോ അവസാനിക്കാം. നാളെ നിങ്ങളെ മീറ്റ് ചെയ്യുന്നവരെ until then bye everyone. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിറ്റി FM 91.1. ഞാൻ നിങ്ങളുടെ സ്വന്തം ആഴ്ചക്കൺമണി. നിനക്കെന്ത് മനസ്സിലായിട്ടാ നീ ക്ലാപ്പ് ചെയ്തേ? എനിക്കങ്ങനെ എല്ലാം മനസ്സിലായില്ല, പക്ഷെ എല്ലാവരും ഈക്വലാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. കൺമണിയുടെ വാക്കിൻ്റെ എഫക്റ്റ് കണ്ട് ആരോ ഒന്ന് വെട്ടി. ആദ്യമായിട്ടാണ് അവളെ ഷോ കേൾക്കുന്നത്. അവനോട് അജുവും ദീപക്കും ഒന്ന് കേട്ടു നോക്കാൻ പറയാറുണ്ട്. പക്ഷേ ഈ 9-ന്റെയും 10 മണിയുടെ ഷോ ആയ കാരണം, നമ്മുടെ കഫേയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സമയമായ കാരണം അവനക്ക് അതിനൊരു സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ കേട്ടിരുന്നുമില്ല. പക്ഷേ കേട്ടത് മുതൽ ഹി ബിക്കേം എ ഫാൻ ഓഫ് ഹെർ. അവളുടെ ഓരോ വാക്കുകളും റിഫ്ലക്റ്റഡ് ദ പ്യൂരിറ്റി ഇൻ ഹെർ ഹാർട്ട്. ആയിഷ ഓടി വന്ന് കൺമണിയെ കെട്ടിപ്പിടിച്ചു. സോറി ആരവേ, കുറെ നേരം വന്നിട്ട്. ഇല്ല, ഞാൻ ഇപ്പൊ ഒന്നേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അയ്യോ, ഇവര് വീണ്ടും ഡ്രീം വേൾഡിൽ പോയോ? മോളെന്താ പറഞ്ഞേ? ഇതുപോലെ ഇവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഡ്രീം വേൾഡിൽ പോവാറുണ്ട്. ആഹാ, കുട്ടിക്ക് പോലും മനസ്സിലായി. അപ്പോഴാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത കൈ ഇപ്പോഴും വിട്ടിട്ടില്ലെന്ന് അവർക്ക് ഓർമ്മ വന്നത്. എന്നാ ഇറങ്ങിയാലോ? ആ എന്നാ നിങ്ങൾ നടന്നോ, ഞാൻ അതാ വരുന്നു. ഓക്കെ. ആഹാ, പെണ്ണിന് നാണൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് നടക്കുന്നേ കൺമണി മാഡം? അയ്യോ, ആളെ വിട്ടേക്ക്. സോറി, ലേറ്റ് ആയില്ലേ? ദാറ്റ്സ് ഓക്കെ. പോവാം. കൺമണിക്ക് കയറാൻ വേണ്ടി ആയുഷ് ഫ്രണ്ട് സീറ്റ് തുറന്നു കൊടുത്തു. കൺമണി ആരെങ്കിലും ഒന്ന് നോക്കി. അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ഒന്ന് ഉറപ്പ് വരുത്താൻ. ഇരിക്കൂ. നമുക്ക് ജയിലിൽ കയറാം. വേണ്ട വേണ്ട, പ്ലീസ് കയറാം പപ്പ. ആരവേ, ഇതൊക്കെ ഒരു ഹൈറ്റാ. വാ, നമുക്ക് കയറാം. ഇല്ല വേണ്ട, നിങ്ങൾ പൊക്കോ. വാണേ. കൺമണി ആരെങ്കിലും വരച്ചുകൊണ്ടുപോയി. ചേട്ടാ, 3 ടിക്കറ്റ്. അതെ, വേണ്ട, ഞാനില്ല. ഓക്കെ, നിങ്ങളുടെ ഹൈറ്റ് എത്രയാ? ഇപ്പൊ തന്നെ അറിയണ അവൾക്ക് എന്റെ ഹൈറ്റ്. ഹൈറ്റ് പറയുന്നേ? 5'11". എനിക്കും ഇഷ്ടം ഈ ഹൈറ്റുള്ള ആൾക്കാരെ. പക്ഷെ ഇപ്പൊ ഇതല്ലല്ലോ വിഷയം. ഇത്ര ഹൈറ്റുള്ള മനുഷ്യന് ഇത് പേടിയോ? ഹൈറ്റ് തമ്മിൽ എന്ത് ബന്ധം? അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് പേടിയാണോ? ഇല്ലല്ലോ. എന്നാ വായോ, നിങ്ങൾ രണ്ടുപേരും അവിടെ എന്തെടുക്ക? ഇത് തുടങ്ങാറായി. അയ്യോ, സ്റ്റാർട്ട് ചെയ്യാറായി. വേഗം വാ. ഈശ്വര, ഇതെന്താണിത്? ഇതെന്താ ആടുന്നേ? അത് പേടിക്കണ്ട, തിരിയും പറയില്ല.
4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് അവരുടേത്. ഈശ്വരാ. അതും പറഞ്ഞ് അവനിരുന്നത് ആയിഷയുടെ അടുത്താണ്. പപ്പ അവിടെ ഇരിക്കും, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. ചെറിയ കുട്ടികളൊന്നും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. ഞാനാ ചെറിയ കുട്ടി, എനിക്ക് 6 വയസ്സായി. പപ്പ അവിടെ പോയിരിക്കും. അങ്ങനെ കൺമണിയുടെയും ആരവിൻ്റെയും ഓപ്പോസിറ്റായി ആയിഷയിരുന്നു. അവന്റെ പേടിയിൽ അവന്റെ കൈ അറിയാത്തതിനെ കൺമണിയെ കോർത്തു പിടിച്ചു. ആരവേ, പേടിക്കണ്ട. ആരവേ, കണ്ണു തുറക്ക്. കണ്ണു തുറക്കൂ നീ. ആരവ് മെല്ലെ കണ്ണു തുറന്നു. അടിപൊളിയായിരുന്നല്ലേ? എനിക്കെന്തിനാ നാളെ വരുന്നേ?